മലയാളത്തിലെ ഒരു ഓട്ടോഗ്രാഫ് എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. പറഞ്ഞോട്ടെ, സന്തോഷം. ബോൾഡാണോ എന്ന് ചോദിച്ചാൽ ഒരു രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ ആയിരിക്കും. അവളുടേതായ തീരുമാനങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നെ അതിലുപരി എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത പ്രണയമാണ് ചെറുതായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായിരുന്നു ഞാനിതിലേക്ക് ഇന്നാവാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ക്യാരക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ കാണുമ്പോഴാണെങ്കിലും ആൾക്കാരുടെ ഒരു റെസ്പോൺസ് കാണുമ്പോഴാണെങ്കിലും ഒത്തിരി സന്തോഷമാണ്. ക്യാരക്ടർ എപ്പോഴും ഒരു ഫൈറ്റിംഗ് ക്യാരക്ടർ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം. കാരണം നേരത്തെ നമ്മൾ OTT മൂവി കണ്ടപ്പോഴും ഞങ്ങൾ ഫീൽ ചെയ്തായിരുന്നു ഈ ക്യാരക്ടറിനകത്തും ആ ഒരു വൈബ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ സെലക്ഷനോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, ആക്ച്വലി എന്നിലേക്ക് വരുന്ന സിനിമകൾ മെജോറിറ്റി ഈ പറയുന്ന ഒരു ത്രില്ലർ ജോണർ ഒക്കെയുള്ള സിനിമകളാണ്. പക്ഷേ ഇത് ഞാൻ സെലക്ട് ചെയ്തത് ഇതൊരു കംപ്ലീറ്റ് ലവ് സ്റ്റോറി എന്നുള്ളൊരു ബേസിസിലാണ് ഞാൻ വിഷ്ണു എടുത്തുനിന്ന് കഥ എഴുതുന്നത്. ഞാൻ അങ്ങനത്തെ സിനിമകൾ ചെയ്തിട്ടില്ല. അപ്പം അത് തന്നെയായിരുന്നു എൻ്റെ ഇത് ചെയ്യാനുള്ള എന്നെ പ്രേരിപ്പിച്ചൊരു ഘടകം. ഇതിനകത്ത് ജോസഫ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു റഫ് ഒരു ഷെയ്ഡ് ഉണ്ടെന്നേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി പ്രണയമാണ് സിനിമ സംസാരിക്കുന്നത്. അപ്പം അത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് സിനിമ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തത്. ബിജുചേട്ടൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. പിന്നെ ഇതിലാണെങ്കിലും നമുക്കങ്ങനെ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ഞങ്ങളുടെ റൂട്ടുകൾ എങ്ങോട്ടാണെന്നുള്ളത്. പിന്നെ എപ്പോഴും ബിജുചേട്ടൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാസ്റ്റ് ഉള്ള ചിത്രത്തിലാണെങ്കിലും നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നത്, ഒരു പാർട്ടാവാൻ പറ്റുന്നത് ഒരു വലിയ സന്തോഷമാണ്. കാരണം നമ്മളെപ്പോഴും തനിയെയുള്ള ചിത്രത്തിനേക്കാട്ടിൽ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടോടു കൂടി ചെയ്യുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം. സോ അത് വെച്ച് നോക്കുകയാണെങ്കിലും ഫുൾ ടീം, ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഇത്രയും വലിയൊരു ടീം ഒരുമിച്ചൊരു വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ വെറുതെ എന്തായാലും അവർ ആ തീരുമാനം എടുക്കില്ലല്ലോ. സോ അത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ ക്രിട്ടിക്കായിട്ട് ചോദിക്കുകയാണെങ്കിൽ വേപ്പടിയാൻ പോലെ ഒരു ക്ലൈമാക്സ് വൈബ് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് തോന്നിയിരുന്നു. ലൈക്ക് ഒരു വൗ ഫാക്ടർ ഉണ്ട് രണ്ടിലും, ഇതിലും അതേ ഒരു വൈബ് പിടിച്ചിട്ടുണ്ടോ എന്ന് തോന്നിയിരുന്നു. വൈബ് പിടിക്കുന്നതിനേക്കാൾ ഉപരി ഒരു സിനിമ ആസ്വാദനത്തിൻ്റെ ഒരു അളവ് കൂട്ടുക എന്നുള്ളതാണ്. ടുവേർഡ്സ് എൻഡിലേക്ക് വരുമ്പോൾ നമ്മളെ ഒന്ന് രസിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് അതിശയിപ്പിക്കുന്ന എന്തെങ്കിലും എലമെന്റ് ആ സിനിമ കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതി സ്ക്രിപ്റ്റിംഗ് വിഷ്ണു അത് ഗംഭീരമായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് അതുവരെ കണ്ടുപോയ ക്യാരക്ടേഴ്സൊക്കെ അതിഭീകരമായിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ, ഒരു പ്രണയം തോന്നുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു ക്ലൈമാക്സ് കൊണ്ടുപോകുന്നത് വിഷ്ണു ഒരു ബ്രില്യൻസ് തന്നെയാണ്. അത് ഞങ്ങൾ കഥ കേട്ടപ്പോഴൊക്കെ മനസ്സിൽ കണ്ട വിഷ്ണുവിനേക്കാൾ ഒരുപാട് മേലെയാണ് നമ്മൾ ഫൈനൽ ഔട്ട് കാണുന്നത്. വലിയ സന്തോഷം അങ്ങനെ ഒരു സ്ഥാനം. ജോസഫിന്റെ ക്യാരക്ടർ നിങ്ങൾ ട്രിവാൻഡ്രം, പാലക്കാട്, ആലപ്പുഴയൊക്കെയാണ് വന്നത്. ആലപ്പുഴയാണ് ജോസഫിന്റെ ക്യാരക്ടർ വന്നത്. പക്ഷേ നമ്മുടെ ക്യാരക്ടർ എവിടെയാണെന്ന് മാത്രമേ മനസ്സിലായില്ല. ഞങ്ങൾ കുറച്ച് ഹൈ റേഞ്ച് എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇപ്പം അനുവിൻ്റെ ഒക്കെ ആണെങ്കിൽ ആലപ്പുഴ എന്ന് സ്പെസിഫിക്കലി നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കഥ നടക്കുന്ന ഒരു ഹൈ റേഞ്ച് സ്ഥലം എന്നുള്ളത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഇന്നൊരു സ്ഥലം എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. പേഴ്സണലി എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്തു. കാരണം ട്വിസ്റ്റുകളുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിനെക്കാട്ടും സെക്കൻഡ് ഹാഫ്. മലയാളത്തിലെ ഒരു ഓട്ടോഗ്രാഫ് എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. പറഞ്ഞോട്ടെ, സന്തോഷം. അല്ല, അതിലും ഈ സെയിം 3 കാലഘട്ടമാണ് കാണിക്കുന്നത്. ഇതിലും മലയാളത്തിലെ ഓട്ടോഗ്രാഫ് എന്ന് പറയുന്നത് ആ സിനിമ അത്രത്തോളം ചിലർ 90s എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും അങ്ങനെ സ്വീകരിച്ച സിനിമകളുടെ കൂടെ കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അത്രയും ഇത് സ്വീകാര്യത ആവട്ടെ, അത്രയും ആൾക്കാരുടെ മനസ്സിലേക്ക് കയറട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും സന്തോഷവും.